കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സമ്മതമാണല്ലോ പുറത്തു പോകാനുള്ളത്. ഒരു ഭാര്യ പുറത്തു പോകണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം. അവിടെ ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ സമ്മതം വാങ്ങണം എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ ചോദ്യം രൂപപ്പെട്ട് വരാനൊരു കാരണമുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ ആരുണ്ടാവും? നിങ്ങളുടെ ഉപ്പ ഉണ്ടാവും, നിങ്ങളുടെ ഉമ്മ ഉണ്ടാവും. സ്വാഭാവികമായും നിങ്ങൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? ഉമ്മ, നിനക്ക് കോളേജുണ്ട്, ഞാൻ കോളേജിൽ പോവാണ്, നിനക്ക് ജോലിയുണ്ട്, ഇന്ന് ഞാൻ രാത്രി വൈകിയേ വരുള്ളൂ, ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ എത്തൂല. ഇതൊക്കെ നമ്മൾ ആരോടെ പറയാം? ഉമ്മനോടാ പറയാം. ഈ പറച്ചിൽ ഒരു സമ്മതം ചോദിക്കലാണോ? വേണമെങ്കിൽ അങ്ങനെ പറയാം. നമ്മളുടെ ചലനങ്ങൾ അവരെ അറിയിക്കലാണോ? അങ്ങനെയും വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടുത്തെ രക്ഷിതാക്കളോട് നമ്മളെവിടെ പോകുന്നു, എപ്പോൾ വരും എന്ന് പറയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് വീട്ടൊരാൾ വന്നാൽ എനിക്കറിയില്ല അവനോട് പോയാണ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ ഒരു അപമാനമല്ലേ അത്. അതേപോലത്തെ നമ്മൾ എവിടെ പോകണമെന്ന് അറിഞ്ഞാൽ അഥവാ നമ്മൾ വൈകുമ്പോൾ ഇന്ന് അതുകൊണ്ടാണ് വൈകുള്ളത്, ഇന്ന് ജോലി സ്ഥലത്ത് നേരെ മീറ്റിങ്ങിനാണ് പോയത്. ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള ഒരാളോട് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇയാൾ കല്യാണം കഴിയുമ്പോഴോ, കല്യാണം കഴിയുന്നത് വരെ ഉമ്മ ഞാൻ ഓഫീസിൽ പോവാണ്, ഉമ്മ ഞാൻ ടെക്സ്റ്റൈൽസ് പോവാണ്, ഉമ്മ ഞാൻ പള്ളിയിൽ പോവാണ് എന്ന് പറഞ്ഞത് വൈഫ് വന്നാൽ നിർത്തണം എന്നാണോ പറയണത്? ആ പറച്ചിൽ. അപ്പം വൈഫ് വന്നാലും എന്ത് ചെയ്യും? വൈഫിനെ കൂട്ടി പോകുമ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? ഇതുവരെ അവൻ എന്ത് ചോദിച്ചാലും പോയിക്കോ എന്ന് പറഞ്ഞ ആൾ ഭാര്യനെ കൂട്ടി പോകുമ്പോൾ ഉമ്മക്ക് അത്ര ഉണ്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പം ഉമ്മ എന്ത് ചെയ്യും? എന്തിനാപ്പോൾ പോണത്? അയ്യോ വരുമ്പോൾ കൊടുന്നാൽ പോരെ, ഓളപ്പം അവിടെ കൊണ്ടുപോയി നിർത്തുന്ന കാര്യമുണ്ടോ? എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പോവുക എന്നിങ്ങനെ ചോദിക്കും. അങ്ങനെ അവരത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോഴാണ് സഹോദരിമാർ ചോദിക്കണത്, എനിക്ക് ഭർത്താവല്ലേ എൻ്റെ അധികാരി, ഉമ്മാൻ്റെ സമ്മതം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണത്. അതാണ് ആ ചോദ്യം രൂപപ്പെട്ട് വന്നതിൻ്റെ ഒരു സാഹചര്യം. അതാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഭർത്താവിന് സമ്മതം ഉണ്ടെങ്കിൽ എവിടെയും പോവാം, ഭർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ എവിടെയും പോവാം. പക്ഷേ സാധാരണഗതിയിൽ ബുദ്ധിയുള്ള ഭാര്യമാരാണെങ്കിൽ ഓര് ഭർത്താവിനോട് പറയും, നിങ്ങൾ ഉമ്മാനോടൊന്ന് പറയുന്നറിയും, നിങ്ങൾ ഉമ്മാനോടൊന്ന് പറയുന്നറിയും. കാരണം പിന്നീടൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? ഉമ്മാനൊരു പെർമിഷൻ എടുത്ത് പോകലാണ്. അപ്പോൾ ഇവരും ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, ഉമ്മനെ അവഗണിച്ചുകൊണ്ടും ഭർത്താവിന് സമ്മതം പോരെ എന്ന് ചോദിച്ചുകൊണ്ടും മുന്നോട്ട് പോയാൽ എന്തു ചെയ്യും? പിന്നീട് അവിടെ നിലനിന്ന് പോകാൻ പ്രശ്നമായിരിക്കും. അവിടെ ഉമ്മൻ്റെ ഒരു സമ്മതമൊക്കെ ഉണ്ടാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ആരോഗ്യകരം.